നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് എന്നും താങ്ങും കരുതലുമൊക്കെയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യവസായി. അദ്ദേഹത്തിന്റെ മുഖം പ്രവാസി മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകം അത്രയ്ക്ക് പരിചിതമായിരുന്നു. അറ്റ്ലസ് ജ്വല്ലറിയെ ജനകീയമാക്കിയ രാമചന്ദ്രന് ജ്വല്ലറി വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ തന്റെ ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. അറ്റ്ലസ് രാമചന്ദ്രന്റെ സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് ദുബായിൽ നടന്നു. വൈകിട്ട് 5:30 ജബൽ അലി ഹിന്ദു ക്രിമിഷൻ സെന്ററിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സഹോദരൻ രാമപ്രസാദാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. അറ്റ്ലസ് രാമചന്ദ്രന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നതിനാൽ പൊതുദർശനം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. അറ്റ്ലസ് വീണ്ടും തുറന്ന് ശക്തമായി തന്നെ തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടെന്നും അതിനുള്ള ശ്രമത്തിലാണ് താനെന്നും മുത്തിയിടത്ത് രാമചന്ദ്രൻ എന്ന അറ്റ്ലസ് രാമചന്ദ്രൻ തറപ്പിച്ച് പറഞ്ഞിരുന്നു. നാട്ടിൽ പോകണം, അതിനേക്കാൾ അറ്റ്ലസ് വീണ്ടും തുറക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം. ചെറിയ രീതിയിൽ അറ്റ്ലസ് വീണ്ടും തുടങ്ങി പഴയ രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനായുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ജയിൽ മോചിതൻ ആയിട്ടും ബാധ്യതകൾ തീരാത്തതിനാൽ UAE-യിൽ നിന്ന് പുറത്തു പോകുന്നതിനുള്ള വിലക്ക് നിലവിലുണ്ടായിരുന്നതിനാൽ നാട്ടിലെത്തണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും പൂർത്തീകരിക്കാനായില്ല. സ്വന്തം ജീവിതം സിനിമയാക്കണം എന്നതും അറ്റ്ലസ് രാമചന്ദ്രന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതും അറ്റ്ലസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വെറും 2 കിലോ സ്വർണത്തിൽ തുടങ്ങി പിന്നീട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലായി അറ്റ്ലസ് വ്യവസായ ഗ്രൂപ്പിന്റേതായി ഉണ്ടായിരുന്നത് 60 ഷോറൂമുകളാണ്. അതിൽ 20 എണ്ണം UAE-യിൽ മാത്രമുണ്ടായിരുന്നു. ഉയരങ്ങളിൽ നിന്നുള്ള വലിയ വീഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന രാമചന്ദ്രന്റെ വീഴ്ച ആദ്യമൊന്നും ആർക്കും അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നല്ല നിലയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനിടയിൽ സംഭവിച്ച കോടികളുടെ കടബാധ്യതയാണ് അറ്റ്ലസ് രാമചന്ദ്രനെ വലച്ചത്. വിവിധ ബാങ്കുകളിൽ നിന്നായി എടുത്ത 55 കോടിയിലേറെ ദിർഹത്തിന്റെ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് 2015 ഓഗസ്റ്റിൽ അറസ്റ്റിലായി. ദുബായ് കോടതി അറ്റ്ലസ് രാമചന്ദ്രന് 3 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. അപ്പീൽ കോടതിയിലെ നടപടികൾക്ക് ശേഷം 2018 അദ്ദേഹം ജയിൽ മോചിതനായത്. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായിലെ ആസ്റ്റർ മൻഖൂൽ ആശുപത്രിയിൽ വെച്ച് ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ശാരീരിക അസ്വസ്ഥതകൾ കാരണം ശനിയാഴ്ച അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭാര്യ ഇന്ദു രാമചന്ദ്രൻ, മകൾ ഡോക്ടർ മഞ്ജു രാമചന്ദ്രൻ, പേരക്കുട്ടികളായ ചാന്ദിനി, അർജുൻ എന്നിവർ മരണസമയത്ത് അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.